ഹായ് നമസ്കാരം. നമുക്കൊരു ദിവസം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിലെ എനർജി ഏറ്റവും പീക്കായിട്ട് നമുക്ക് ദ ഹോൾ ഡേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴാണ് നമ്മൾ ഉള്ളതിനോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുന്നത്, അപ്പോഴാണ് ദൈവം അത് കൂടുതലായിട്ട് തരാനും ആഗ്രഹിക്കുന്നത്, അല്ലേ? ഒരു വ്യക്തി നമുക്ക് എന്താണോ തരുന്നത് അതിന് നമ്മൾ താങ്ക് യു പറഞ്ഞോ, നമുക്കത് ഇഷ്ടമായി, അത് തന്നത് നമ്മൾ ആ സന്തോഷമൊക്കെ അറിയിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് നമുക്ക് കൂടുതൽ വീണ്ടും തരാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലേ? അല്ല, നമ്മൾ ആ വ്യക്തി തരുന്ന സംഭവം എന്താണോ അതിന് നമ്മൾ അതിന് കംപ്ലൈൻറ്റ് പറയുക, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വ്യക്തിക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും തരാനായിട്ട് തോന്നും. അത് തന്നെയാണ് യൂണിവേഴ്സിനും നമ്മളുടെ അടുത്ത് ഉണ്ടാകുന്ന അതേ ഫീൽ തന്നെയാണ്. എപ്പോഴാണോ നമുക്കുള്ളതിന് നമ്മൾ കൂടുതൽ ഗ്രേറ്റ്ഫുൾ നമ്മൾ അറിയിക്കുന്നത്, അത് കൂടുതൽ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പലരും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. അതിൽ പലരും ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആയിരിക്കും. ജേർണലിങ്ങും നല്ല തന്നെയാണ്. കാരണം നമുക്ക് നമ്മളുടെ രാവിലെ മോർണിംഗ് റിച്വൽസിൻ്റെ ഭാഗമായിട്ട് ജേർണലിങ് എഴുതുന്നതൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതൽ പവർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് വോക്കാണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക്? ഈ ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് എന്ന് പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് വോക്ക് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യുന്ന മോർണിംഗ് എന്തൊക്കെയാണോ നിങ്ങളുടെ മോർണിംഗ് റിച്വൽസ് അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് സമയം നിങ്ങളുടെ വീടിനോട് ചേർന്നിട്ട് ഒരു സ്പോട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ഗാർഡനോട് ചേർന്നിട്ട്, അല്ലെങ്കിൽ നേച്ചറിനോട് കുറച്ചുകൂടി കൂടുതൽ കോൺടാക്റ്റുള്ള സ്ഥലമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് നടന്നിട്ട് നിങ്ങൾ വായ കൊണ്ട് നിങ്ങൾ ആ ഇമോഷൻ ഫീൽ ചെയ്യുക. ഏതൊരു വ്യക്തിയുടെ ആദ്യത്തെ ഗ്രാറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ദൈവമേ, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ആരോഗ്യത്തോടെ, ജീവനോടെ, സന്തോഷത്തോടെ ഈ ഭൂമിയിലേക്ക് ഉണരാൻ സാധിച്ചു എന്നുള്ളതായിരിക്കണം ഏതൊരു വ്യക്തിയുടെ ആദ്യത്തെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ഒരു ദിവസം ഈ ഭൂമിയിലേക്ക് ഉണരാൻ സാധിക്കാതെ എത്രയോ ആളുകളുണ്ടല്ലേ. അപ്പോൾ ആ കുടുംബങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഹാപ്പി ആയിരിക്കുന്നുണ്ട്, നമ്മളെ പ്രിയപ്പെട്ടവരെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അതിനാദ്യം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അൺകൗണ്ടബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് പ്രീവിയസ് ഡേ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചു അത് നിങ്ങൾക്ക് ആദ്യം ആഡ് ഓൺ ചെയ്യാം. ഇന്നലത്തെ ദിവസം നിങ്ങൾക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ സാധിച്ചു, നല്ല വീട്ടിൽ ഉറങ്ങാൻ സാധിച്ചു, നല്ല വസ്ത്രം ധരിക്കാൻ സാധിച്ചു. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നി അതിനെല്ലാം നിങ്ങൾ ഇനിയിപ്പോൾ മോശം സംഭവിച്ചോ അതിലും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഉണ്ടായിരിക്കുമല്ലോ. ആ സംഭവിച്ചിൽ നിങ്ങൾ എന്തെങ്കിലും ലെസൺ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അങ്ങനെ സംഭവിച്ചുകൊണ്ട് എനിക്കിത് അറിയാൻ സാധിച്ചു, മനസ്സിലാക്കാൻ സാധിച്ചു, അതിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം. എന്ത് നെഗറ്റീവ് ആയിക്കോട്ടെ അതിൽ എവിടെയെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് ഉണ്ടായിരിക്കും. അതിനെ കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഈ